വെൽക്കം ബാക്ക്. ഇന്നത്തതും ഒരു ചെറിയ വീഡിയോ ആണ്, പക്ഷേ ഇന്നത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കേട്ടോ. ബിയുടെ പല ഫോംസ് ഉണ്ടല്ലോ, അതാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ പലർക്കും ബി എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്നാണ് വിചാരം. പക്ഷെ അങ്ങനല്ല. മറ്റ് വേർബ്സ് പോലെ തന്നെ മനസ്സിലാക്കാൻ എളുപ്പമാണ് ബിയും. പക്ഷേ ബിക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട് മറ്റ് വേർബ്സുമായിട്ട് നോക്കുമ്പോൾ. അത് നമുക്ക് വീഡിയോൻ്റെ അവസാനം നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബിയുടെ എല്ലാ ഫോംസും മനസ്സിലാക്കാം. അതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ സെൻറ്റൻസസ് എല്ലാം നമുക്ക് തെറ്റിപ്പോവാതെ ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ബി എന്താണെന്ന് മനസ്സിലാക്കാം. ബി ഒരു വേർബാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ബിയെ മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം അതുപോലെ വേറൊരു വേർബ് എടുത്ത് നോക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന എക്സാമ്പിളാണ് കഴിക്കുക. അപ്പോൾ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? ടു ഈറ്റ് എന്ന്, അല്ലേ? അപ്പോൾ ആ ഈറ്റ് എന്ന ബേസ് ഫോം ഞാനിവിടെ എഴുതുകയാണേ, ഈറ്റ്. ഇതാണ് ബേസ് ഫോം. ഇനി എനിക്ക് പറയേണ്ടത് ഞാൻ കഴിക്കുന്നു എന്നാണ്. എന്താ പറയുക ഇംഗ്ലീഷിൽ? ഐ ഈറ്റ്. അപ്പോൾ ഐയുടെ കൂടെ വരുന്നത് ഈറ്റാണ്, കണ്ടല്ലോ. പക്ഷേ അവൾ കഴിക്കുന്നു എന്ത് പറയും? ഷീ ഈറ്റ്സ്. അത് നിങ്ങൾക്കറിയാമല്ലോ. ഷീ അല്ലെങ്കിൽ ഹീ ഒക്കെ വരുമ്പോൾ, അതായത് സബ്ജക്റ്റ് ഒന്നാണെങ്കിൽ അവിടെ എസ് ചേർക്കണം. അതുകൊണ്ടാണ് ഷീ ഈറ്റ്സ് എന്ന് പറഞ്ഞത്. ഹീ അല്ലെങ്കിൽ ഇറ്റ് ഒക്കെ വന്നാലും ഈറ്റ്സ് തന്നെ പറയും. അപ്പോൾ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, അവർ കഴിക്കുന്നു എന്നെങ്ങനെ പറയുമായിരുന്നു? അവിടെയും നമ്മൾ ഇതുപോലെ തന്നെ പറയുക, ദേ ഈറ്റ്. നിങ്ങൾ കഴിക്കുന്നു, യു ഈറ്റ്. ഞങ്ങൾ കഴിക്കുന്നു, വി ഈറ്റ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് പാസ്റ്റ് ടെൻസ് നോക്കാം. ഞാൻ കഴിച്ചു, അതിന് നമ്മൾ പറയുക ഐ ഏറ്റ് എന്നാണ്. ഈറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഏറ്റ്. കണ്ടല്ലോ. ഇനി ഞാൻ കഴിച്ചിട്ടുണ്ട്, അതായത് നേരത്തെ എപ്പോഴോ കഴിച്ചിട്ടുണ്ടെന്ന്, അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഐ ഹാവ് ഈറ്റൻ എന്നാണ്. അപ്പോൾ ഞാൻ എഴുതുകയാണ് ഇവിടെ, ഐ ഹാവ് ഈറ്റൻ. കണ്ടല്ലോ, ഈറ്റൻ. ഇനി ഞാൻ കഴിക്കുകയാണ്, അവിടെ നമ്മൾ പറയുന്നത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ പറയുക ഐ ആം ഈറ്റിംഗ് എന്നാണ്. അതും ഞാനിവിടെ എഴുതി കേട്ടോ, ഐ ആം ഈറ്റിംഗ്. അപ്പോൾ ഇവിടെ നിങ്ങൾ വേർബിൻ്റെ എത്ര ഫോംസ് കണ്ടു? ഈ ഈറ്റിൻ്റെ ഇവിടെ ഒരു ബേസ് ഫോം ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഷീയുടെയൊക്കെ കൂടെ നമ്മൾ ഈറ്റ്സ് എസ് ചേർത്തൊരു ഫോം കണ്ടില്ലേ? അപ്പോൾ 2 എണ്ണമായി. പിന്നെ പാസ്റ്റ് ടെൻസ് ഇത് 3ാമത്തെ ഫോമായി. ഈറ്റൻ 4ാമത്തെ ആയി. ഈറ്റിംഗ് 5 എണ്ണമായി. അപ്പോൾ സാധാരണ ഇംഗ്ലീഷിൽ ഒരു വേർബിന് 5 ഫോംസ് ആണുള്ളത്. ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ബിയുടെ ഫോംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടില്ലേ, ടു ഈറ്റ് എന്ന് പറയുന്ന വേർബിൻ്റെ അർത്ഥം കഴിക്കുക എന്നല്ലേ? അതുപോലെ ടു ബി, ആ ബി എന്ന് പറയുന്ന വേർബിൻ്റെ അർത്ഥം എന്താണ്? ആയിരിക്കുക എന്നാണ്. അത് ഞാനിവിടെ എഴുതിയേക്കാം നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കാനായിട്ട്. ആയിരിക്കുക. ഇനി നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ബിയുടെ പല ഫോംസ് മനസ്സിലാവും. ഞാൻ ബിസി ആണ്. ഐ വെച്ചിട്ട് തുടങ്ങണമല്ലോ. അവിടെ ഞാൻ പറയുന്നത് ഐ ബി അല്ല, ഐ ആം ബിസി. കണ്ടോ, ഇവിടെ നമ്മൾ ബി എന്നൊരു കാര്യമേ ഉപയോഗിച്ചിട്ടില്ല. ഐയുടെ കൂടെ വരുമ്പോൾ ബിയുടെ രൂപം മാറും, അത് ആം എന്നായി മാറും. ഇത് മാത്രമാണ് ഈ പാവം ബിയുടെ ഒരു പ്രത്യേകത. അതിനാണ് നമ്മൾ ബീനെ ഇങ്ങനെ ഭയക്കുന്നത്. ഇനി അടുത്ത് നോക്കാം. അവൾ ബിസിയാണ്. അവൾ ഒരാളാണ്. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് ഷീ, വീണ്ടും ബി അല്ല, ഷീ ഇസ് ബിസി. ഇവിടെ ഹീ ആയിരുന്നെങ്കിലും നമ്മൾ ഇത് തന്നെ പറയും കേട്ടോ. ഹീ ആണെങ്കിലും ഷീ ആണെങ്കിലും ഇസ് വരും. ഇനി അവർ ബിസിയാണ്. അപ്പോൾ അവർ, ദേ ആണല്ലോ പറയേണ്ടത്. അപ്പോൾ ദേ, അവിടെയും ആം അല്ല, ഇസ് അല്ല, വേറൊരു ഫോം ഉണ്ട്, ആർ. ദേ ആർ ബിസി. അപ്പോൾ അവർ, ഈ ദേക്ക് മാത്രമാണോ അത്? അല്ല. അവിടെ യു ആണെങ്കിലും വി ആണെങ്കിലും എല്ലാം ആർ ആണ് വരിക. പക്ഷെ ഐക്ക് ഇവിടെ ഒരു കാര്യമില്ല കേട്ടോ. ഐയുടെ കൂടെ ആം ആണ് വരേണ്ടത്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായോ? ഈ കണ്ടത് 3ഉം, അതായത് ഐ ആം, പിന്നെ ഷീ ഇസ്, ദേ ആർ, ഇത് 3ഉം പ്രസൻറ്റ് ടെൻസ് പറയാൻ വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ബിയുടെ 3 ഫോംസ് ആണ്. അത് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത്, ഞാൻ ബിസി ആയി എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ആയിരുന്നു, പാസ്റ്റ് ടെൻസ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഐ, അവിടെ വേറൊരു ഫോം ദേ വരികയാണ്, ഐ വാസ് ബിസി. കണ്ടോ, ഐ വാസ് ബിസി. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, ഐക്ക് മാത്രമല്ല, ഇവിടെ നമുക്ക് ഹീയും ഷീയും എല്ലാം ഇതേപോലെ തന്നെ
വാസിൻ്റെ കൂടെ ഉപയോഗിക്കാം. ഹീ വാസ് ബിസി അല്ലെങ്കിൽ ഷീ വാസ് ബിസി, ഐ വാസ് ബിസി, മൂന്നും ഇവിടെ പറ്റും. ഇനി അവർ ബിസിയായി. അപ്പോൾ വേറെ കുറച്ച് പേരുടെ കാര്യം ഞാൻ പറയുന്നത്, ഒന്നിലധികം പേരുടെ. അപ്പോൾ എന്താ പറയുക? ദേ, അവിടെ വരുന്നത് ദേ വേർ ബിസി എന്നാണ്. ദേ വേർ ബിസി. അപ്പോൾ ഇവിടെ ദേയുടെ പോലെ തന്നെ നമുക്ക് യു പറയാം, അല്ലെങ്കിൽ വിയും പറയാം. യു വേർ ബിസി, വി വേർ ബിസി, ദേ വേർ ബിസി. ഇപ്പോൾ നമ്മൾ എത്ര ഫോംസ് കണ്ടു? നമുക്ക് അതിൻ്റെ ഒരു കണക്കെടുക്കാം. ഇവിടെ ബി ഇതാണല്ലോ ബേസ് ഫോം 1, ദ 2, ഇസ് 3, ആർ 4, വാസ് 5, വേർ 6. 6 ഫോംസ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി 2 എണ്ണം കൂടെ കാണാനുണ്ട്. അതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അടുത്ത സെൻറ്റൻസ് നോക്കിയേ. ഞാൻ ബിസി ആയിരിക്കുന്നു. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഈ അടുത്തായിട്ട് ഞാൻ കുറച്ച് ബിസി ആയിട്ടുണ്ട് എന്നൊക്കെ. ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഐ ഹാവ് ബീൻ ബിസി എന്നാണ്. ഐ ഹാവ് ബീൻ ബിസി. അപ്പോൾ ഇവിടെ ബീൻ ആണ് ഇവിടുത്തെ ശരിക്കുള്ള വേർബ്. ഈ ഹാവ് ഹെൽപ്പ് ചെയ്യാൻ വന്ന ഹെൽപ്പിംഗ് വേർബാണ് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഇവിടെ ബിയുടെ വേറൊരു ഫോം നമ്മൾ കണ്ടു, ബീൻ. ഇനി അടുത്തത് നോക്കൂ. നീ ഇന്ന് എല്ലാവരോടും റൂഡായിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ആയിരിക്കുകയാണ് എന്നാണ്. മുൻപ് നമ്മൾ കഴിക്കുകയാണ് എന്ന് പറഞ്ഞില്ലേ, ഒരു കാര്യം കണ്ടിന്യൂ ചെയ്യുന്ന പോലെ. ഇവിടെ പറയുന്നത് ആയിരിക്കുകയാണ്. ഇത് ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നത് യു ആർ ബീയിങ് റൂഡ് ടു എവ്രി വൺ ടുഡേ എന്നാണ്. അത് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമല്ല, എന്നാലും ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ യു ആർ ബീയിങ് റൂഡ്, യു ആർ ബീയിങ് റൂഡ്. ഇവിടുത്തെ ഫോം ബീയിങ് ആണ്. ബിയുടെ കൂടെ ING ചേർത്ത് വന്ന ഫോം ബീയിങ്. അപ്പോൾ ഇവിടെ ആറും വന്നിട്ടുണ്ട്. അതൊരു ഹെൽപ്പിംഗ് വേർബാണ്. ബീയിങ് എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ വേർബ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 8 ഫോംസും കണ്ടു. ഞാനത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ ഒരുമിച്ചൊന്ന് എഴുതി കാണിക്കാം. നിങ്ങൾക്ക് അവിടെ കാണാമല്ലോ, ഞാനെല്ലാം ഒരുമിച്ച് എഴുതിയിരിക്കുന്നത്. നോക്കൂ. ഐ ആം ബിസി. ഇവിടെ ആം ഒരു ഫോമാണ്. ഷീ ഇസ് ബിസി, ഇസ് അടുത്തത്. വി ആർ ബിസി. ദാ I was busy, we were busy, I have been busy, I am being busy. അപ്പോൾ എത്ര എണ്ണമായി? 1, 2, 3, 4, 5, 6, 7. എട്ടാമത്തേതാണ് നമ്മുടെ ബി, ബേസ് ഫോം ബി. ചിലപ്പോൾ നമുക്ക് ഈ ബേസ് ഫോം തന്നെ ഉപയോഗിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഡോണ്ട് ബി ലേറ്റ്, ഡോണ്ട് ബി ലേറ്റ്. ഞാനിവിടെ എഴുതി കാണിക്കാം. ഡോണ്ട് ബി ലേറ്റ്. കണ്ടോ, അവിടെ നമ്മൾ ആ ബി എന്ന് പറയുന്ന ബേസ് ഫോമാണ് ഉപയോഗിച്ചത്. അപ്പം നിങ്ങളിവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സെൻറ്റൻസസിലെല്ലാം ഈ ബി ആണ് ഒരേ ഒരു വേർബ്. ഐ ആം ബിസി, ഷീ ഇസ് ബിസി എന്നൊക്കെ പറയുന്നിടത്ത് ബിസി എന്ന് പറയുന്നൊരു വേർബ് അല്ലല്ലോ, തിരക്കായിരിക്കുക എന്ന് പറയുന്നൊരു അവസ്ഥയല്ലേ. അപ്പോൾ ഇവിടെ ആം, ഇസ്, ആർ, വാസ്, വേർ ഒക്കെയാണ് മെയിൻ വേർബ്. പക്ഷേ ഇവിടെ നോക്കിയേ, ഐ ഹാവ് ബീൻ ബിസി. ഇവിടെയും ബീൻ മെയിൻ വേർബ് ആണ്, പക്ഷേ ഹാവ് എന്ന ഒരു ഹെൽപ്പിംഗ് വേർബ് കൂടെ വന്നിട്ടുണ്ട്. പക്ഷേ അടുത്തത് നിങ്ങൾ നോക്കൂ, ഐ ആം ബീയിങ് ബിസി. അവിടെ ഇത് മെയിൻ വേർബ് ആണ്, പക്ഷേ ഇവിടുത്തെ ഹെൽപ്പിംഗ് വേർബ് നോക്കൂ, അതും ഈ ബിയുടെ വേറൊരു ഫോം തന്നെയല്ലേ. അപ്പോൾ ബി എന്ന് പറയുന്നതിൻ്റെ വേറൊരു ഫോമായ ആം ഇവിടെ ഹെൽപ്പിംഗ് വേർബായിട്ട് വന്നു. കണ്ടോ, ഒരേ സെൻറ്റൻസിൽ തന്നെ ബി മെയിൻ വേർബായും ഹെൽപ്പിംഗ് വേർബായും വന്നു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ബിക്ക് ഒരു പ്രത്യേകതയുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ എന്താണ് പ്രത്യേകത എന്ന് മനസ്സിലായല്ലോ. മെയിൻ വേർബായിട്ടും ബിക്ക് വരാം, ഹെൽപ്പിംഗ് വേർബായിട്ടും ഫങ്ഷൻ ചെയ്യാൻ സാധിക്കും. ആ ഒരു പ്രത്യേകതയുള്ള 3 വേർബ്സ് മാത്രമാണ് ഇംഗ്ലീഷിലുള്ളത്. ഏതൊക്കെയാണ്? ബി, ഹാവ്, ഡു. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് വേറൊരു ക്ലാസ്സിൽ നോക്കാം. ഇന്ന് ഈ പഠിച്ചത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായി കാണും ഞാൻ വിചാരിക്കുന്നു. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താമസിയാതെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ